രാജ്യത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു. അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ മുഖം മറക്കേണ്ട അവസ്ഥ. ഇത് പറയുന്നത് കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. കേരളത്തിലും അപകടങ്ങൾക്ക് ഒട്ടും കുറവില്ല. स्वीडन ने 0 किया है, नो एक्सीडेंट. बहुत से देशों ने रिकॉर्ड किया. मैं जब वर्ल्ड कॉन्फ्रेंस में जाता हूं तो मुंह छुपाता हूं, क्योंकि सबसे गंदा रिकॉर्ड अगर वर्ल्ड में किसी का है तो हमारे देश का है. मैं आपको यही बताता हूं कि जब तक समाज का सहयोग नहीं मिलेगा, ह्यूमन बिहेवियर नहीं बदलेगा, कानून के प्रति सम्मान पैदा नहीं होगा, तब तक ये मुश्किलें है. അപകടങ്ങളിൽ പെടുന്നത് ഏറെയും യുവാക്കൾ. അമിത വേഗത മുതൽ റീൽസ് ചിത്രീകരണത്തിനുള്ള വ്യഗ്രത വരെ കാരണമാകുന്നു. 2 വർഷം മുൻപ് റേസിംഗ് നടത്തിയ ബൈക്ക് മറ്റൊരു ബൈക്കിലേക്ക് ഇടിച്ചു കയറി കോട്ടയം ചങ്ങനാശ്ശേരിയിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഏറ്റവും ഒടുവിലായത് കോഴിക്കോട് ബീച്ചിൽ പരസ്യചിത്ര നിർമ്മാണത്തിനിടെ കാറിടിച്ച് 21കാരനും ദാരുണാന്ത്യം. നേര്യമംഗലത്ത് റേസിംഗ് നടത്തിയ ബൈക്കിനിടയിൽപ്പെട്ട് 2 യുവാക്കൾ മരിച്ചതും ദിവസങ്ങൾക്ക് മുൻപാണ്. തൊട്ടു മുൻപ് കല്ലാർകുട്ടി അടിമാലി റോഡിൽ മറ്റൊരു അപകടത്തിൽ യുവാവ് മരിച്ചു. അമിത വേഗതയിലെത്തിയ ബൈക്കായിരുന്നു ഇവിടെയും അപകട കാരണം. വാഹനങ്ങളിൽ സാഹസിക യാത്ര നടത്തുന്ന യുവാക്കൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കുരുതിക്കളമാക്കുകയാണ്. മൂന്നാറിലാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൈക്കുകളിൽ മാത്രമല്ല, കാറുകളിലും സാഹസിക യാത്രകൾ വർദ്ധിക്കുന്നു. ഇടുക്കി ചിന്നക്കനാൽ ഗ്യാപ് റോഡിലാണ് കാറുമായുള്ള സാഹസിക യാത്രകൾ കൂടുതലും. ഈ വർഷം ഗ്യാപ് റോഡിൽ മാത്രം 14 കേസാണ് മോട്ടോർ വാഹന വകുപ്പ് രജിസ്റ്റർ ചെയ്തത്. മൂന്നാറിലും വാഗമണ്ണിലും മാത്രമായി രജിസ്റ്റർ ചെയ്തത് 22 കേസുകൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരിടം. അമിത വേഗതയിൽ ബൈക്ക് ഓടിച്ചുള്ള അപകടങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരിടം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടും. കൊല്ലങ്കോടിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന ചില ബൈക്ക് റൈഡർമാരാണ് അമിത വേഗത്തിൽ സഞ്ചരിച്ച് അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. പാലക്കാട് മംഗലം ഗോവിന്ദാപുരം റോഡിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 13ലധികം അപകട മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെയും കാരണം മത്സരയോട്ടം തന്നെ. വയനാട് പൊഴുതന വിനോദസഞ്ചാര മേഖലയിലും സമാന സ്ഥിതി. ശ്രദ്ധയില്ലാതെ സെൽഫിയും റീൽസും എടുക്കുന്നത് വർദ്ധിച്ചതോടെ ഹൈറേഞ്ചിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിരവധി അപകടങ്ങളാണ് ജില്ലയിലുണ്ടായത്. 2022 കോവളം മുക്കോല ബൈപ്പാസിൽ റേസിംഗ് ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് 2 യുവാക്കളുടെ മരണത്തിനിടയാക്കിയത്. കല്ലുമൂട് പാലത്തിൽ 1 വർഷത്തിനിടെ 3 പേരും, വെൺപാലവട്ടം പാലത്തിൽ 2 പേരും, ഈഞ്ചക്കലിൽ 4 പേരും അമിത വേഗതയിലെത്തിയ വാഹനാപകടങ്ങളെ തുടർന്ന് മരിച്ചു. മുക്കോല ബൈപ്പാസിൽ നിന്ന് കോവളത്തേക്കുള്ള റോഡിൽ 2 അംഗ സംഘം ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. തലനാഴിരയ്ക്കാണ് അന്ന് അപകടം ഒഴിവായത്. വിഷയത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. റീൽസ് ചിത്രീകരിക്കുന്നതോ അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതോ തെറ്റല്ല. എന്നാൽ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ സുരക്ഷയും കണക്കിലെടുക്കാതെയുള്ള റീൽസ് ചിത്രീകരണം തടയുക തന്നെ വേണം. സാധാരണക്കാരായ യാത്രക്കാരെ ഭീതിയിലാക്കിക്കൊണ്ടുള്ള ഇത്തരം റൈഡർമാരുടെ നിരത്തുകളിലെ അഭ്യാസ പ്രകടനങ്ങളിൽ കർശനമായ നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥരും മൗനം പാലിക്കുകയാണ്. AI ക്യാമറകൾ ഉണ്ടെങ്കിലും അമിത വേഗതയിൽ രാത്രിയിൽ വരെ റോഡിലിറങ്ങി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവർക്ക് നേരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ ഇപ്പോഴും തയ്യാറാവുന്നില്ല.